രാഷ്ട്രീയം ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന്. യുവാക്കൾക്കായി പരവതാനി വിരിക്കാൻ വാചകമടിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തനി നിറം കാട്ടും. സ്ഥാനാർത്ഥികളായി തലമൂത്തവർ മതിയെന്ന് പറയും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും എന്താണ് നടന്നത്? ഈ രീതിക്കൊരു മാറ്റം വന്നോ എന്ന് സ്ഥാനാർത്ഥി പട്ടിക വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ LDF, UDF, NDA എന്നിങ്ങനെ 3 മുന്നണികളിലുമായി മത്സരിക്കുന്നത് 420 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 39 പേർ മാത്രമാണ് 40 വയസ്സിന് താഴെയുള്ളവർ. അതായത് 9.29%. അതായത് 420 പേരിൽ 40 വയസ്സിന് താഴെയുള്ളവർ വെറും 10% പോലുമില്ല എന്നർത്ഥം. യുവ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് ഘോരം പ്രസംഗിക്കുന്ന പാർട്ടികളുടെയൊക്കെ തനി നിറം ഈ കണക്കിൽ വ്യക്തമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന നേട്ടം ഇക്കുറി NDA കൊണ്ടുപോയി. ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന 25-കാരി ആതിര D. നായരാണ് ഈ തിരഞ്ഞെടുപ്പിലെ ആതിരക്കുട്ടി. UDF നിരയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ മാവേലിക്കരയിൽ മത്സരിക്കുന്ന 28 വയസ്സുള്ള മുത്താർ രാജാണ്. 40-ൽ താഴെ പ്രായമുള്ള ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ള നേട്ടം കോഴിക്കോട് ജില്ലയിലാണ്. 8 പേരാണ് അവിടെ 40 വയസ്സിൽ താഴെയുള്ള സ്ഥാനാർത്ഥികൾ. ശരിക്കും ഒരു യുവകരുത്ത്, ഒരു യൂത്ത് പോരാട്ടം എന്നൊക്കെ പറയാം കോഴിക്കോട് ജില്ലയിലെ മത്സരത്തെ. ഇനി 3ാം ടൈമിൽ അധികാരം പിടിക്കാൻ ഒരുങ്ങുന്ന LDFന്റെ, പ്രത്യേകിച്ച് CPMന്റെ കാര്യം നോക്കാം. കഴിഞ്ഞ നിയമസഭയിലെ ബേബി ആയിരുന്ന KM സച്ചിൻ ദേവ് MLA തന്നെയാണ് ഈ 32ാം വയസ്സിലും CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ബേബി. യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. പാർട്ടി കർശനമായി നടപ്പാക്കുമെന്ന് പറഞ്ഞ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി സിറ്റിംഗ് MLAമാരെ വീണ്ടും മത്സരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വഴിയടഞ്ഞത് ചെറുപ്പക്കാരുടേതാണ്. SFI മുൻ സംസ്ഥാന നേതാവ് PM ആർഷോ തുടങ്ങിയ മുൻനിര യുവ നേതാക്കന്മാർക്കൊന്നും തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. അവർക്കതിൽ വലിയ നിരാശയുണ്ടെങ്കിലും കേഡർ പാർട്ടി ആയതുകൊണ്ട് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പുറത്ത് അതല്ല കഥ. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കടുത്ത അമർഷത്തിലാണ്. ആകെ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ ഉഴലുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാർട്ടി മാറി വന്നവർക്കൊക്കെ സീറ്റ് കൊടുത്തപ്പോൾ തഴയപ്പെട്ടത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ചെറുപ്പക്കാരാണ്. അവരതിന്റെ വിമർശനവും സങ്കടവും നിരാശയും ഒക്കെ പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചുപോയി. പുനലൂരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ വിമതനായി മത്സരിക്കാൻ ഒരുങ്ങിയ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനെ ഒടുവിൽ നല്ല വാക്കു പറഞ്ഞ് സമാശ്വസിപ്പിച്ച് KC വേണുഗോപാൽ നേരിട്ടെത്തി പിന്തിരിപ്പിച്ചതിനാൽ വലിയൊരു ഇടങ്ങേറിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം രക്ഷപ്പെട്ട കഥ നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും, കേരള നിയമസഭയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ നടന്നിരുന്നതെന്ന്. അല്ല. പഴയ കേരള നിയമസഭയുടെ ഒരു യുവ ചരിത്രം ഒന്ന് ഓർത്തു നോക്കാം. 1960-ൽ R. ബാലകൃഷ്ണപിള്ള നിയമസഭയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ 25ാം വയസ്സിലാണ്. 1982-ൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 26 ആയിരുന്നു. 87-ൽ മാത്യു T. തോമസ് MLA ആകുമ്പോഴും പ്രായം 25 ആയിരുന്നു. അന്ന് 1/4 നൂറ്റാണ്ട് പ്രായമുള്ളവർക്ക് നിയമസഭയിലേക്കുള്ള വാതിൽ ധൈര്യപൂർവ്വം തുറന്നിട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ചെറുപ്പക്കാർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയാണോ എന്നൊരു ചോദ്യം സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നു. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം യുവ വോട്ടർമാരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും തല നരച്ചവർക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഈ സ്ഥിതിഗതികളോട് യുവ വോട്ടർമാർ എങ്ങനെയാകും പ്രതികരിക്കുക? വരും കാലങ്ങളിലെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റം യാഥാർത്ഥ്യമാകുമോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.